ഹലോ, നമ്മുടെ തലയിൽ എണ്ണയിടുന്നതും നമ്മുടെ ഹെയർ ഫോളും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി മുന്നോട്ടേക്ക് അത് ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുളിക്കുന്നതിന് മുന്നേ തലയിൽ എണ്ണ ഇടുക എന്നുള്ളത്, അല്ലേ? അത് പക്ഷേ നമ്മൾ എത്രമാത്രം റോങ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹെയർ ഫോൾ ആണെങ്കിലും ഡാൻഡ്രഫ് ആണെങ്കിലും ഒക്കെ ഈ ഒരു തെറ്റുകൾ കാരണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ മൊത്തമായിട്ട് കാണുക. പല നിങ്ങൾ ഇതുവരെ ചിന്തിക്കുക കൂടി ചെയ്യാത്ത ഒരുപാട് പോയിന്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇനിയെങ്കിലും ആ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് തിരുത്തിയിട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹെയറിനെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ ഹെയർ ഫോളും ഡാൻഡ്രഫും ഈ ഹെയർ ഓയിലിംഗ് കൊണ്ട് മാത്രമാണ് എന്നല്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും ആരും ചിന്തിക്കരുത്. പല കാരണങ്ങൾ കാരണം നമുക്ക് ഹെയർ ഫോളും ഡാൻഡ്രഫും ഉണ്ടാവാം. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹെയർ ഓയിലിംഗ് കാരണം ഡാൻഡ്രഫും ഹെയർ ഫോളും വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കുറേ പേരൊക്കെ ഇത് ഞാൻ കേൾക്കാൻ പോകുമ്പോൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും. അത് ഞാൻ ആദ്യം തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ, പണ്ടുള്ളവരൊക്കെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു, മുടി കൊഴിച്ചിൽ അധികം ഉണ്ടായിരുന്നില്ല, ഡാൻഡ്രഫിന്റെ പ്രശ്നം അധികം ഉണ്ടായിരുന്നില്ല. പണ്ടുള്ളവരൊക്കെ അത്രയും നന്നായിട്ട് മുടിയിൽ എണ്ണ തേച്ച് ആ രീതിയിലൊക്കെ താളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കുളിക്കുന്നവരായിരുന്നു. എന്നിട്ട് എന്താ ഇപ്പം മാത്രം പ്രോബ്ലം എന്നുള്ളതാണ് എല്ലാവരുടെ മൈൻഡിലും ഫസ്റ്റ് തന്നെ വരാൻ പോകുന്ന ചോദ്യം. അതിനുള്ളൊരു ആൻസർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പണ്ടുള്ളവർക്ക് ഡാൻഡ്രഫ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? നമ്മൾ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത് എപ്പോഴും വെറ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിനോട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് കിടക്കും. അത് നമുക്ക് ഒരിക്കലും പുറത്തേക്ക് കാണില്ല. നമ്മളിപ്പോൾ കുറേയൊക്കെ നമ്മൾ സാലോണിലൊക്കെ പോയി പല ട്രീറ്റ്മെൻറ്റ്സും ചെയ്തിട്ട് ഹെയറിൽ ഓയിൽ അധികം വെക്കാത്ത കാരണം നമ്മുടെ ഡാൻഡ്രഫ് അങ്ങനെ പൊടിഞ്ഞു നമ്മുടെ ഷോൾഡറിലൊക്കെ വീഴുമ്പോഴാണ് നമ്മൾ ഈ ഡാൻഡ്രഫ് ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളത് നമ്മൾ അറിയുന്നത്. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഡാൻഡ്രഫ് വരുന്ന സമയത്ത് ഓയിൽ അതിൻ്റെ മുകളിൽ പൊത്തിയിട്ട് നന്നായിട്ട് അവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചു കഴിഞ്ഞാൽ ആ ഡാൻഡ്രഫ് പുറത്ത് കാണില്ല. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. അത് ഇപ്പായിട്ട് പൊട്ടിമുളച്ച കാര്യമൊന്നുമല്ല. അപ്പോൾ പണ്ടുള്ളവർ ഈ ഓയിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമായിരുന്നു. അതുകൊണ്ട് അത് പുറത്ത് കാണാനില്ലായിരുന്നു. ഹെയർ ഫോളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഹെയർ ഓയിലിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി എണ്ണ തേച്ചിട്ട് കുളിച്ച് നമ്മൾ ഷാമ്പൂം കണ്ടീഷണറൊന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ, അല്ലേ? ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെയാണ് കൂടുതൽ ഈ ഷാമ്പൂം കണ്ടീഷണറും ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്യുന്നത്. അല്ലാത്ത കുറച്ചൊരു ഒരു 40+ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരു 50+ ആയിട്ടുള്ളവരോ മേ ബി ആ ഒരു, ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല എന്നത്, എല്ലാ ഏജിലുള്ളവരും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ കൂടുതലും ഷാമ്പൂ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. കൂടുതൽ അങ്ങനെ കെമിക്കൽസ് ഒന്നും തലയിലേക്ക് കയറ്റണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും, കുളിക്കും, ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യില്ല, ആ ഓയിൽ നമ്മുടെ തലയിൽ തന്നെ കിടക്കും. നെക്സ്റ്റ് ഡേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, ജോലിക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഡേർട്സും ഒക്കെ നമ്മുടെ തലയിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ ഓയിൽ നമ്മുടെ തലയിൽ തന്നെ ഉള്ളത് കാരണം അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അടിഞ്ഞുകൂടി കിടക്കുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈവനിങ് നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത്? വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ എണ്ണ എടുത്തിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. അതിനുശേഷം നമ്മൾ കുളിക്കും. ആ സമയത്ത് നമ്മൾ ഷാമ്പൂം കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അടിഞ്ഞ് കൂടി മേ ബി ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഷാമ്പൂ തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അടിഞ്ഞുകൂടി നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ചെറിയ പോസ് ഉണ്ട്. ആ പോസൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അതിങ്ങനെ അടഞ്ഞു
കിടക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ, കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ തലയിൽ. അത് പറയുന്നത് എക്സ്ട്രാ ഓയിലി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓയിൽ ചെയ്യുന്ന ആൾക്കാരുടെ സ്കാൽപ്പും ആ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് കൂടുതൽ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ചും കൂടി എക്സ്ട്രാ ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സെബം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അത് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിനെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പോഴ്സിൽ നിന്ന് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് തീരെ നല്ലതല്ലാത്തൊരു കാര്യമാണ്. അത് നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. ആ ഓയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് വരേണ്ട കാര്യമല്ല. അപ്പോൾ അത് കാരണം നമ്മുടെ ഹെയർ ഫോള് വളരെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത് നടക്കുന്ന കാര്യം. ഇനി രണ്ടാമത് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സെയിം പ്രോസസ്സിൽ തന്നെ നടക്കുന്ന വേറൊരു കാര്യം. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഓയിൽ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ന് ഓയിലിട്ട് ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ പുറത്തേക്ക് പോയി ആ ഓയിൽ മീൻസ് കുളിച്ചതിന് ശേഷം ആ ഓയിലിൻ്റെ കുറേ കണ്ടന്റ് നമ്മുടെ തലയിൽ തന്നെ കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡസ്റ്റൊക്കെ നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ആയിട്ട് ഇപ്പോൾ ഓൾറെഡി കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡസ്റ്റും ഡേർട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഓയിൽ ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഡസ്റ്റ് പാർട്ടിക്കിൾ അടക്കമാണ് നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലിപ്പം വരുന്നുണ്ട്, അത് പറയുന്നത് ചെറിയൊരു സാധനം ഇല്ലേ അല്ലേ. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഡെയിലി ചെയ്യുന്ന സമയത്ത് ലോങ് റണ്ണിൽ നമ്മളിതിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മളിങ്ങനെ ഇയേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ പോവാനുള്ള ചാൻസ്, എന്താ പറയുക, ഇങ്ങനെ പാച്ചസ് ആയിട്ട് വരാനുള്ള ചാൻസ് വരെ വളരെ കൂടുതലാണ്. കാരണം നമ്മളെ നമ്മുടെ സ്കാൽപ്പിൻ്റെ സ്കിന്നിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതാണ് നമ്മുടെ സ്കാൽപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പാച്ചസ് വരാനും ഹെയർ ഫോൾ കൂടാനും ഒക്കെ വളരെ കാരണമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ റോങ് ആയിട്ട് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലേ, ഈ ഓയിൽ ഇട്ടിട്ട് തലയിൽ തന്നെ വെക്കുക എന്ന് പറയുന്നത്, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാവരും, നമ്മൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്നത്, ഞാനും ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിങ്ങൾ ഒരു 1 വീക്ക് നമ്മളിപ്പോൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന വാഷ് എന്ന് പറയുന്നത് ഇപ്പം 2-3 ദിവസം ഓയിൽ ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഇട്ടിട്ടായിരിക്കരുത് പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഒന്നിക്കൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം. ഞാൻ കെമിക്കൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നൊന്നുമില്ല, ഷാമ്പു ഒക്കെ കെമിക്കൽ തന്നെയാണ്, അല്ലാന്ന് പറയുന്നത്. ഇനി എത്ര നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസോടെ ഉണ്ടാക്കിയ സാധനമാണെന്ന് പറഞ്ഞാൽ ഷാമ്പു കെമിക്കലാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന കാര്യമാണ് താളി. നമ്മളെ വീട്ടുമുറ്റത്ത് നല്ല ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല താളി ഉണ്ടാക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ചെറുപയർ പൊടി എന്ന് പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം, നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ വറുത്തിട്ട് പൊടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ചെറുപയർ പൊടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ തലയിലുള്ള ഓയിലിൻ്റെ ആ കണ്ടൻറ്റൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഷാമ്പു തന്നെ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ താളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അങ്ങനെയുള്ള യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ തലയിൽ നിന്ന് ആ ഒരു ഓയിലിനെയും ആ ഒരു ഡസ്റ്റിനെയും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ നിങ്ങളുടെ തലയിലേക്ക്, നിങ്ങളുടെ സ്കാൽപ്പിലേക്കോ മുടിയിലേക്കോ ഓയിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 1 വീക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഷാമ്പൂ ഇതോ വെച്ചിട്ട് ആൾട്ടർനേറ്റീവ്സോ വെച്ചിട്ട് ഹെയറും സ്കാൽപ്പും നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത് ഞാൻ റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഒരിക്കലും പറയില്ല, പക്ഷേങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് റോങ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് റോങ് ആയിട്ട് പോകുന്നത്. ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസാജിങ്ങിന് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ മുന്നേ ഒരു ഹെയർ ഓയിലിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കമൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് സാലോണിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത് നല്ലതാണ്. ഹോട്ട് ഓയിൽ മസാജ് എന്നൊക്കെ പറയുന്നത് സാലോണിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ എന്ത് ഓയിലാണെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ലൂക്ക് വാം എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ലൈറ്റ് ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് ഷാമ്പു യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ താളിയാണെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു
ഒരു ഓയിൽ കണ്ടന്റ് നമ്മളെ സ്കാൽപ്പിലോ ഹെയറിലോ വെക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കാൽപ്പിന് വളരെ റോങ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ സ്കാൽപ്പ് ഓൾറെഡി ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കുന്ന സ്കാൽപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ളവർ ഓയിൽ തീരെ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മസാജിങ്ങിന് പോലും ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അലോവേര ജെല്ലോ, ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ നമുക്കൊരു ചെടി അലോവേര നടുക എന്ന് പറയുന്നത്, വളർത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു അലോവേരേൻ്റെ ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറയൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ ഫോളൊക്കെ ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിലും ഓയിലിംഗ് അവോയ്ഡ് ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് പല പല മാസ്കുകളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എഗ്ഗ് വെച്ചിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം, അതുപോലെ ഉലുവ വെച്ചിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ ചെറുപഴങ്ങൾ വെച്ചിട്ട് അത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മാസ്കും ഇതൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങളുടെ സ്കാൽപ്പ് ഒരു നോർമൽ ടു ഡ്രൈ സ്കാൽപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഹോട്ട് ഓയിൽ മസാജ് അല്ലെങ്കിൽ നോർമൽ ഓയിൽ മസാജ് പറയുന്നത് നിങ്ങളുടെ സ്കാൽപ്പിന് ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം എന്തായാലും ഷാമ്പു യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ താളി യൂസ് ചെയ്തിട്ടോ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ആ ഓയിൽ വെച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ആ ഓയിലിങ്ങിൻ്റെ നമ്മൾ റോങ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം, അതുപോലെ തന്നെ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇനി മുന്നോട്ടേക്കെങ്കിലും നിങ്ങൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ കണ്ടന്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മുന്നോട്ടേക്ക് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.